നമുക്കിന്നൊരു കേക്കിന്റെ റെസിപ്പി നോക്കാം. പെരുന്നാളിനും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് സാധാരണ കേക്ക് ഉണ്ടാക്കുന്നതിലും ഒന്നുകൂടി ബെറ്റർ ആയിട്ടും ഒന്നുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് ഇതിന്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ഒരുപാട് നാളായല്ലേ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നൊരു കേക്കിന്റെ റെസിപ്പി ആവാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു 1.25 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇത് ഒരുമിച്ച് എല്ലാ പൊടികളും ഒരുമിച്ച് ഇട്ടിട്ടൊന്ന് അരിച്ചെടുത്താലും മതി. ഞാനിവിടെ അരിപ്പ ചെറുതായതുകൊണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരിച്ചെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നതിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള കൊക്കോ പൗഡർ കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള കൊക്കോ പൗഡറാണ്. ഇത് മാസ്റ്റർ ഷെഫിന്റെ കൊക്കോ പൗഡറാണ്. അപ്പോൾ അതൊന്ന് തരിയോട് കൂടിയത് ആയതിനാൽ നമ്മൾ മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിനോട് കൂടെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അരിക്കുന്നതെന്ന് വെച്ചാൽ കൊക്കോ പൗഡർ ശരിക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഇത് അരിച്ചിട്ട് അതിന് വരുന്ന തരി നമുക്കൊന്ന് പൊടിച്ചിട്ട് രണ്ടാമതൊന്ന് അതിലൂടെ അരിച്ചെടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ പറ്റും. പിന്നെ കൊക്കോ പൗഡർ തരിയൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഒരുമിച്ച് അരിപ്പയിലേക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതൊന്ന് തരിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൗഡേർഡ് ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പൗഡർ ഷുഗർ നമ്മൾ ഇതിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പൗഡർ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിൽ വല്ല തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ 1 കപ്പ് ടു 1.25 കപ്പ് വരെ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ ഇവിടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റായി കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1.25 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോഫി പൗഡർ ആണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 1/2 കപ്പോളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് എഗ് ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. കുറച്ച് കൂടുതൽ നേരം മിക്സ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു ബാറ്റർ കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് ഏകദേശം ഒന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ എന്തെങ്കിലും ഒന്ന് മിക്സ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ഇതുപോലെ മൈദ കുറച്ച് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തട്ടിയിട്ട് ആക്കി കൊടുക്കാം. ബാക്കി വരുന്ന മൈദ നമുക്ക് പുറത്തേക്കൊന്ന് ഒഴിവാക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇതിൽ എന്തെങ്കിലും എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം വെച്ചതിന് ശേഷം അതിനുള്ളിൽ കുറച്ച് ഉപ്പ് വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നടുവിലായിട്ട് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ടിന്ന് വെക്കുന്നത്. പിന്നെ ഞാനിത് ഏകദേശം ഒരു 10 മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഞാൻ ഈ ഒരു കേക്ക് ടിന്ന് വെച്ചിട്ടുള്ളത്. അപ്പം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 45-50 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് ചോക്ലേറ്റ് ഗണേശാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന സമയത്ത് അതിന് മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പോളം ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളും വിസ്കും നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഒന്ന് ബീറ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് പൗഡർഡ് ഷുഗറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് തണുക്കണം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് മെൽട്ടായി പോകും. അപ്പോൾ ഗനാഷ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കേക്ക് 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കുക ആദ്യം ബേസിൽ. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് നമുക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിലേക്കൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. ഞാനിവിടെ ഏകദേശം വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ലെയർ കാണുമ്പോൾ അറിയാം ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ടാപ്പ് ചെയ്തത് ശരിയാവാനിട്ടാണ് കേട്ടോ അതിങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കേക്ക് ടിന്ന് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ തന്നെ കേക്ക് കറക്റ്റായിട്ട് തന്നെ ഹോളൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറിലും ഷുഗർ സിറപ്പും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് തേർഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്ക് മുഴുവനായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഡ്രോപ്സ് ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് തണുത്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിന് നോസിൽ നമ്മൾ സാധാരണയായി ലെറ്ററൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിൽ ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിന് അടിയിലായിട്ട് ചെറുതായിട്ടൊന്ന് ഹോൾട്ട് കൊടുത്താലും മതി. ഇതിന് നമുക്ക് നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ചെയ്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ നോസിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് മൊത്തമായിട്ട് ഈ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗണേഷ് കേക്കിന് മുകളിൽ മുഴുവനായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മുകൾ ഭാഗം മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇപ്പോൾ ഗണേഷ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോസിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഞാനിവിടെ ഫ്ലവർ നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സിൽവർ കളറിലുള്ള ഷുഗർ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്, ചെറിയ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുകൾ ഭാഗം മുഴുവനായിട്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത്. അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. പെരുന്നാളൊക്കെ വരില്ലേ, അപ്പോൾ എല്ലാവരും പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവും, അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം. പിന്നെ എന്നും പറയും പോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.